നമസ്കാരം. നമ്മളെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പൈനാപ്പിൾ കറി എങ്ങനെ വെക്കുന്നതെന്ന് ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നു. നമ്മളെ കാസർഗോഡ് ഭാഗത്തൊക്കെ എങ്ങനെ പൈനാപ്പിൾ കറി വെക്കുന്നതെന്ന് കാണിച്ചു തരുന്നത്. ഇതിപ്പോൾ മഴക്കാലമല്ലേ, അങ്ങനെയല്ല പൈനാപ്പിളിനെ വെളിഞ്ഞതെല്ലാം നോക്കിയിട്ട് അമ്മ കൊത്തിട്ട് വെക്കുന്നത്. അങ്ങനെ ഇതിൽ 2 എണ്ണം പൊത്തിട്ടുണ്ട്. അത് തിന്നാൻ അത്ര പാങ്ങില്ല, പുളിയുണ്ട്. അങ്ങനെ കറി വെക്കാൻ നല്ല കണക്കായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കറി വെക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതിപ്പോൾ പകുതി തിന്നിട്ടായിരുന്നു നമുക്ക് പുളിയുണ്ട് അങ്ങനെ കറി വെക്കാനായിട്ട് വെച്ചത്. ഇനി ചെറുതായിട്ട് മുറിക്കണം, ഇത് കഴിയുന്നത്ര ചെറുതായിട്ട് മുറിക്കണം. പിന്നെ മുറിച്ചിട്ടായിട്ട് കാണാം. ഇതിപ്പോൾ ചെറുതായിട്ട് ഞാൻ മുറിച്ചിട്ടുണ്ട്. ഇനി വേണ്ട സാധനമെല്ലാം വറുത്തിട്ടെടുക്കാം. അടുപ്പിലൊരു ഓട് വെച്ചിട്ട് 3 സ്പൂണ് എള്ളിട്ടിട്ട് വറുത്തിട്ടെടുക്കണം. ഇതിങ്ങനെ പൊട്ടുന്ന സൗണ്ട് കേൾക്കുമ്പോൾ വാങ്ങിയിട്ട് വെച്ചങ്ങായി. എള്ള് വറുത്തിട്ടായി. കുറച്ച് എണ്ണ ഇടണം, പിന്നെ കുറച്ച് കടലവേള ഇടണം. ഒരു 2 സ്പൂണ് മതി. അതിട്ടിട്ട് ഒന്ന് ചെറുങ്ങനെ ചൂടാക്കി എടുക്കണം. പിന്നെ ഒരു 6 മുളക് എടുത്തിന് ഞാൻ കാശ്മീരി ചില്ലി എടുത്തത്. അത് കുറച്ച് കളർ കിട്ടുന്നല്ലെന്ന് പറഞ്ഞിട്ട് കാശ്മീരി മുളക് എടുത്തത്. ഇതിപ്പോൾ വറുത്തിട്ടെല്ലായി. ഇനിയിപ്പോൾ പൈനാപ്പിൾ അടുപ്പത്ത് വെക്കാം. അടുപ്പത്ത് വെച്ചിട്ട് ഒരു 3/4 ഗ്ലാസ് വെള്ളം ഇട്ടെങ്കിൽ മതി. അത്ര മതിയാണ് വേവാനായിട്ട്. ഒരു 1/4 മണിക്കൂർ ഇടപോയിട്ട് ഞാൻ കറിക്കിട അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു തേങ്ങയുടെ പകുതി. ഇതിപ്പോൾ നമ്മൾ അരച്ചിട്ട് വരയ്ക്കാം. ഞാനിപ്പോൾ കല്ലിലരയ്ക്കുന്നത്. ഇത് വേഗം അരച്ചിട്ട് നിങ്ങൾക്ക് മിക്സിയിലെ ഗ്രൈൻഡറിലെ ഇതിൽ വേണമെങ്കിൽ അരയ്ക്കാം. ഞാനിപ്പോൾ കറണ്ടെല്ലാം ഇല്ലാതിരിക്കുമ്പോൾ ഞാൻ അധികം ഇതിൽ തന്നെ അരക്കുന്നത്. ഈ കറിക്ക് നല്ല പാങ്ങല മെതിയണോ, ഇല്ലെങ്കിൽ പാങ്ങുന്നില്ല. ഇതിപ്പോൾ ഞാൻ കറുത്തള്ളിട്ടത് കൊണ്ട് കുറച്ച് കറി കറുത്തിട്ട് കാണും. നിങ്ങൾ വേണമെങ്കിൽ വെളുത്തുള്ളി എടുക്കാം. വെളുത്തുള്ളിയോ കറുത്തുള്ളിയോ വ്യത്യാസമൊന്നുമില്ല, ടേസ്റ്റ് എല്ലാം ഒരേപോലെ തന്നെ. ഇതിപ്പോൾ ആയിനി. ഇത് ഇത്ര മതി. ഞാനിപ്പോൾ ഇതിനെ എടുക്കുന്നത്. നമ്മൾ തീമ വെച്ചതിപ്പോൾ വെന്തിട്ടുണ്ടാവും. 1/4 മണിക്കൂറെല്ലാം കഴിഞ്ഞു. ഇതിപ്പോൾ വെന്തിട്ടുണ്ടാവും. ഒരു 1/4 മണിക്കൂറെല്ലാം ആയിനി വേകുന്നത്. ഇനിയിപ്പോൾ ഉപ്പിടണം. നേരത്തെ ഉപ്പിട്ടില്ല, അങ്ങനെ കുറച്ച് ഉപ്പിടുന്നു. പിന്നെ 2 പച്ചമുളക്, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കണം. പിന്നെ ഇതിന് പുളിയൊന്നും ഇടണ്ട, ഇതന്നെ നല്ല പുളിയുണ്ട്. ഒരു 2-3 കഷ്ണം വെല്ലം ഇടണം. വെല്ലം ഇട്ടിട്ട് കുറച്ച് ഇളക്കി കൊടുക്കുക. വെല്ലം ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് ആകുമ്പോൾ അത് വെല്ലം എല്ലാം അലിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അരപ്പ് കൂട്ടാം. ഈ അരപ്പ് കൂട്ടിയിട്ട് കുറച്ച് വെള്ളം ഇട്ടാൽ മതി, അധികം വെള്ളം ഇടാനില്ല. കുറച്ച് മൂക്ക തന്നെ വേണം ഈ കറി. ഇനി ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കുക. കുറച്ച് വെള്ളം ഇട്ടിട്ട് മിക്സാക്കിയിട്ട് ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കുക. നേരത്തെ ഉപ്പിട്ടതെല്ലാം കുറച്ച് കുറവുണ്ടെങ്കിൽ ഇപ്പോൾ ഇടാം. ഇനി നല്ലോണം ഇതൊന്ന് തിളച്ചിട്ടായിട്ട് കലപ്പോരാ. തിളച്ചുകൊണ്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെ തിളച്ചാൽ മതി, ഓഫാക്കാം. ഇനി അപ്പുറത്ത് അടുപ്പിലൊരു ചട്ടി വെച്ചിട്ട് കടുക്, ഉണക്കമുളക്, പിന്നെ കറിവേപ്പില അതെല്ലാം ഇട്ടിട്ട് താളിച്ചിട്ട് ഒഴിക്കുക. അപ്പം നമ്മളെ കറിയുടെ റെഡി ആയിട്ടുണ്ട്. ഇത് കുറച്ച് കറുത്തിട്ട് കാണും നിങ്ങൾക്ക്. അത് കറുത്ത എള്ളി ഇട്ടത് കൊണ്ട് കറുത്തിട്ട് കാണുന്നത്. വെളുത്ത എള്ളി ഇട്ടെങ്കിൽ ശരിക്കും കറിയുടെ കളർ തന്നെ കാണും നിങ്ങൾക്ക്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ ഇടാം. നല്ല ടേസ്റ്റ് ഉണ്ട് ഈ കറിക്ക്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം.